ഈ ഓജോ ബോർഡിനെ കുറിച്ചുള്ള മിസ്റ്ററീസ് ഒരുപാടാണല്ലേ. അപ്പം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആളുകൾ പറയുന്നത് ഓജോ ബോർഡ് കളിച്ചിട്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ. അപ്പോൾ കൂടുതലും ഈ ഓജോ ബോർഡ് കളിക്കാൻ ട്രൈ ചെയ്യുന്നവർ എനിക്ക് മനസ്സിലായിടത്തോളം ഈ കോളേജ് കുട്ടികളാണ്. അതായത് ഹോസ്റ്റലിൽ ഞാനും അപ്പോൾ തന്നെയാണ് ഇത് ട്രൈ ചെയ്തത്. പക്ഷേ എനിക്കും വളരെ ഹൊറിഫയിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ അവസാനത്തെ കളിയായിരുന്നു. ഞങ്ങൾ പിന്നെ കളിച്ചിട്ടേ ഇല്ല. അതൊരു കളി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് വളരെ ഒരു എന്താ പറയുക, അതൊരു വേറെ എന്തോ ഒരു സംഭവമാണത്. അപ്പം നമ്മൾ കുട്ടികളൊന്നും ഒരിക്കലും ഹോസ്റ്റലിലൊന്നും ഇതൊന്നും ട്രൈ ചെയ്യരുത്. നമുക്ക് അന്നേരത്തെ ഒരു ആവേശത്തിൽ നമുക്കങ്ങനെ പലതും ചെയ്യാൻ തോന്നും. കാരണം നമ്മുടെ ഏജ് അതാണല്ലോ. നമുക്ക് പലതും ചെയ്ത് നോക്കാനോ പ്രേതമുണ്ടോ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നൊക്കെ തോന്നുന്ന ഒരു പ്രായമല്ലേ. അപ്പോൾ എന്തായാലും അതുപോലെ ഒരു ഒരു 3 കുട്ടികൾക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് പൂനെയിലാണ്. പൂനെയിൽ ഇതുപോലെ ഹോസ്റ്റലിൽ തന്നെ ഈ 3 പയ്യന്മാർ ഇതുപോലെ ഓജോ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് ഡോർസും വിൻഡോസും ഒക്കെ അടച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് അവരെല്ലാം റെഡിയായി സ്പിരിറ്റിനെ വിളിക്കാൻ തുടങ്ങി. വന്നോന്ന് ചോദിച്ചപ്പം യെസ് എന്ന് കാണിച്ചു. പേര് രവി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി അടുത്ത് താമസിച്ചിരുന്നതാണ്, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേനും ഈ കൂട്ടത്തിൽ 3 പേരിൽ ഒരാൾക്ക് വല്ലാതെ പേടിയായി തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും ഒരേ ലെവൽ ഓഫ് ആ ഒരു ധൈര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. അപ്പോൾ അയാൾ പറഞ്ഞു മതി മതി നമുക്ക് നിർത്താം, സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ നിർത്താനൊക്കെ പോയപ്പം ഈ കോയിൻ ഈ ബോർഡിൻ്റെ പുറത്തുനിന്ന് തെറിച്ച് താഴെ പോയി. അപ്പോഴേക്കും അറിയാമല്ലോ, നമുക്ക് എല്ലാവരും ആ 3 പേരും വല്ലാതെ അങ്ങ് പേടിച്ചു. അതിനുശേഷം ഈ ക്യാൻഡിൽ അങ്ങ് അണഞ്ഞു പോയി. എന്നാൽ ഇവർ വിൻഡോസൊക്കെ അടച്ചിട്ടിരിക്കുവാണ്, കാറ്റടിച്ച് അണയാനൊന്നുമില്ല. അപ്പോഴേ അവർക്ക് മനസ്സിലായത് അത്ര ശരിയല്ല. എന്നാൽ അവർ പെട്ടെന്ന് ഇതെല്ലാം അടച്ചുപൂട്ടി വെച്ചു. പക്ഷെ അന്ന് തൊട്ട് ഇവർ എന്നും രാത്രിയിൽ ഓരോ അപശബ്ദങ്ങളും ഓരോരോ ഡിസ്റ്റർബൻസസ് അവർക്ക് ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അതിനകത്ത് ഒരു കുട്ടി രാത്രിയിൽ ആ കുട്ടിയുടെ കാലിൻ്റെ അടുത്ത് ഒരാൾ നിന്ന് ആ കുട്ടിയെ തുറിച്ചു നോക്കുന്നതായിട്ട് കണ്ടു എന്ന് ആ കുട്ടി പറയുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ ഈ കുട്ടി എന്താ പറയുക, വേറൊരു മനുഷ്യൻ്റെ സൗണ്ടിൽ എന്തൊക്കെയോ രാത്രി കിടന്ന് ഉറക്കത്തിൽ പറയുക, വേറൊരാളുടെ സൗണ്ടിൽ. അപ്പോൾ കൂടുതലുള്ളവർക്ക് മനസ്സിലായി ഇതത്ര നേരെയല്ല ഈ പോക്കെന്ന് മനസ്സിലായി. അവർ ഒരു പ്രീസ്റ്റിനെയൊക്കെ അറിയിച്ച് അവർ വന്നു, എന്തൊക്കെയോ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ആ കുട്ടിക്ക് കുട്ടിക്ക് മാത്രമല്ല ആ 3 പേർക്കും ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാനെങ്കിലും പറ്റിയത്. അപ്പോൾ ഈ ഓജോ ബോർഡ് എന്ന് പറയണത് അതൊരു ചില്ലറക്കളിയല്ല, അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെ. കാരണം എനിക്ക് ഇത്രയും ടെറിഫിക് എക്സ്പീരിയൻസ് അല്ലെങ്കിലും അത് കളിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ഒരു പേടിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ.